ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഡുബി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലത്തെ ദാബിൽ നിന്ന് നമ്മൾ ഇറങ്ങിയില്ല, ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ് ഗൈസ്. ഇന്ന് രാവിലെ തന്നെ ഒരു സംഭവം കേൾക്കണം. ഇപ്പോൾ സമയം എത്ര അറിയാം? 6:30 ആയിട്ടുള്ളൂ. 6:30ക്ക് ഞങ്ങളോട് നിൽക്കുന്നത്. ഇതേ ആ കാണുന്ന ബോയ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ദാബാ ബോയ്. ഒരു ഗൈസ് മൂപ്പര് രാവിലെ തന്നെ 5 മണിക്ക് വന്ന് വിളിക്കുന്നുണ്ട്. 5 മണിക്ക് എന്ത് വെച്ചു പറഞ്ഞു, നീക്കണില്ലേ സമയമായി. അതിൽ ഞാൻ പറഞ്ഞു നീക്കുകയാണോ പറഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുത്തെ എങ്ങനെ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഞാൻ പിന്നെ അങ്ങനെ തന്നെ വീണ്ടും ഇറങ്ങിയാണ്. അതിലിട്ടൊരു 5:30ക്ക് വന്ന് വീണ്ടും വിളിക്കണത്. ഊട്ടോ പറയണേ. അതിൽ ഞാൻ നീച്ച് അവിടെ പോയൊന്ന് ഫ്രഷ് ചെയ്തൊക്കെ വന്നപ്പോൾ ചോദിക്കാതെ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന ആളാണ് ആ വ്യക്തി അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇവരും കൊണ്ടുവന്ന് കൊടുത്തു. മൂപ്പർക്ക് അവന് മാത്രമല്ല, ഞങ്ങളിവിടെ നിന്നത് ഈ വണ്ടിയും ആ വലിയ വണ്ടി പിന്നെ നമ്മളുമാണ് ഇവിടെ നിന്ന്. അത് ഇത്ര ആളുകളെ മൂപ്പര് എണീപ്പിച്ച് അവർക്കൊക്കെ ചായ ചോദിക്കാതെ അവർക്കൊക്കെ ചായ കൊണ്ടു കൊടുത്ത ഒരു വലിയ മനുഷ്യനാണ് അല്ലേ. അതൊക്കെ കണ്ടറിവാണ്. അതാണ് മെയിനായിട്ട് കണ്ടറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ തന്നെയാണ് മനുഷ്യനോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. കണ്ടറിവാണ്, സ്നേഹം, കണ്ടറിവാണല്ലോ. മൂപ്പര് ആസാമുകാരനാണ്, നമ്മൾ കേരളമാണ്. ഇദ്ദേഹം ഇത് ഉത്തർപ്രദേശ് വണ്ടിയാണ്, അത് ഹരിയാന വണ്ടിയാണ്. പക്ഷേങ്കിൽ നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് മെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇറങ്ങാൻ വേണ്ടി പോകും. നമ്മളിപ്പോൾ ഉള്ളത് ഡുബി അല്ലേ. ഡുബി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെയല്ല, ഇവിടുന്ന് ജയ്പൂരിലേക്ക് 10-87 കിലോമീറ്ററിന് ഇടയ്ക്ക് ഇപ്പോൾ അയച്ചതാണ്. 87 കിലോമീറ്ററിന്. കുക്കൂനൊന്നും ഉറക്കം മതിയായിട്ടില്ല ഈ നേരത്തെ നീക്കാത്തതുകൊണ്ടേ നിൽക്കുകയാണ്. ഏതായാലും ഞാൻ നമ്മുടെ വണ്ടിൻ്റെ ഓയിലും ചെക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ ഏകദേശം 4,985 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ വണ്ടിൻ്റെ ഓയിലൊന്ന് ജസ്റ്റ് നമുക്ക് കുത്തി നോക്കാം എന്താ അവസ്ഥ അല്ലേ. കമ്മി ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനോ ഓപ്ഷനുള്ളൂ. പിന്നെ അടുത്ത് ഒഴിച്ചു കൊടുക്കാനോ പറ്റുന്നുള്ളൂ. കാരണം എന്താ പറയുക, ഓയിലേ ഉള്ളൂ, അല്ലാതെ മാറ്റാനുള്ളൊരു സിസ്റ്റം സെറ്റപ്പ് നമ്മുടെ കയ്യിലില്ല. അതിനെന്താ വെച്ചാൽ സ്പാൻഡർ വേണം, പിന്നെ ഓയിൽ 2 ലിറ്റർ വേണം, അതൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ജയ്പൂരിൽ ഓട്ടോറിക്ഷകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കും. അവിടെ ഓയിൽ ചേഞ്ചിങ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് ചെയ്യും. അവിടെ നിന്ന് ചെയ്യും. പിന്നെ നമുക്ക് അവിടെ നിന്ന് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് നോക്കാം, ഓട്ടോറിക്ഷൻ്റെ കിട്ടുവാണെങ്കിൽ. അപ്പോൾ നമ്മൾക്ക് ഫ്ലെയർ കൊണ്ട് പിടിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ സ്പാൻഡർ കൊണ്ട് ആ സാധനം തിരിച്ചു നോക്കാം. ഇതുകൊണ്ട് തിരിച്ചു നോക്കാം നമുക്ക്. അതിനോണ്ട് അതെ കിട്ടുന്നുണ്ടാവും അല്ലേ. കുറച്ച് ദിവസമായിരുന്നു നമ്മൾ എന്താണോ വണ്ടീൻ്റെ മൊത്തത്തിലുള്ള ഇഞ്ചൻ കണ്ടീഷനൊക്കെ. സത്യം പറഞ്ഞാൽ ഇഞ്ചനൊക്കെ ഒന്നങ്ങോട്ട് ഗതച്ചിക്കണ്, കുഴങ്ങി. ആകെ ഓടുകയല്ലേ. ആകെ ഓടുകയാണ്. കഴിച്ചു നോക്കാം. അതാണെങ്കിൽ കുറച്ച് അടങ്ങാറുള്ള സ്ഥലത്താണ്. അതങ്ങനെ തന്നെയാണ്. ലൂസ് ആയിക്കണേ. ഓയിൽ കമ്മിയൊന്നുമില്ല. ഓയിൽ കമ്മി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പേരുണ്ട്. ഈ 2 പേരെയാണ് സുബിയ എന്ന് അടയാളം പറഞ്ഞത്. അപ്പം നമ്മൾ ഒഴിച്ചെന്ന് ഇത്ര ഉള്ളായിരുന്നു ഓയിൽ. അപ്പോൾ നമ്മളൊക്കെ 1 ലിറ്റർ ഒഴിച്ച്. ഇനിയിപ്പോൾ കമ്മി ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ. ഒഴിച്ചതേ ഇതാക്കണേ. ഇതാണ് നമ്മുടെ പയ്യ. പയ്യാണ് ആസാം പയ്യ. കണ്ടാ പള്ളുക്കില്ലേ. ഓയിൽ ഫുള്ളാണല്ലോ. ഓയില് ജാസ്തി ഓയിലാണല്ലോ നോക്കി. അതുകൊണ്ടോ ഒലിക്കണുണ്ട്. കണ്ടമാനം ഓയിലാണോ ഡൗട്ടുണ്ട്. അവനന്ന് ഒഴിച്ചത് ഏറിയോ, അളവിൽ കൂടുതൽ ഒഴിച്ചുകൊണ്ടോ. ഇതിനൊക്കെ ഇത് മുക്കുമ്പോൾ തന്നെ ഈ മൂടി വരെ ഓയിൽ വരുന്നത്. ഓക്കെ. തമിഴിലെ കേരള, മലയാളം. തമിഴ് തരുമ്പോൾ നിങ്ങൾക്ക് തമിഴ് തോടിച്ചേ തമിഴ് തരും. കേരള മലയാളം. തമിഴ്നാടു. ഇവിടെ ഇപ്പം ഈ രാവിലെ ചൂടില്ല. പക്ഷെ എങ്കിൽ ഇന്നലെ നിന്നോടത്തായിരുന്നു ചൂട്. ഇന്നലെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചൂടാ അല്ലേ. ഒരു 6 മണിക്കേ ചൂടാണേ. പക്ഷേങ്കിൽ ഇന്ന് ഇവിടെ അത്തരത്തിൽ പ്രശ്നമല്ല. ഒരു നല്ലൊരു കാലാവസ്ഥ അതിൽ നിൽക്കുവാണ്.
പിന്നെ പോലെന്നാ നമുക്ക് 17 കിലോമീറ്റർ അപ്പുറത്തൊരു കിണർ കാണാണ്ട്. കിണറോ? ആ, ഇത് ഇജ്ജ് കരുതിയ വലിയ കിണറല്ല. ഇത് എനിക്ക് ഞാൻ കാണിച്ചു തരാൻ പോണ ഇന്ത്യയിലെ ഏറ്റവും വലിയ കിണറാണ്. അപ്പോഴോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കിണർ. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നിർമ്മിച്ചത് തന്നെ 8-9 നൂറ്റാണ്ടുകളിലൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് കാണണ്ടേ, നിർബന്ധമല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം അവിടെ പോയിട്ട് കിണർ കണ്ടാലോ. ഞങ്ങളങ്ങനെ ആ ഒരു കിണർ കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇവിടുന്ന് 17 കിലോമീറ്റർ അപ്പുറത്താണ്. ഇന്നലെ ഇവിടെ സ്റ്റേ എടുക്കുന്നതിനുള്ള കാരണം അത് തന്നെ ആയിരുന്നു. അധികം ദൂരം പോകല്ല. പക്ഷേ നമുക്ക് കുറച്ച് ദൂരം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് യൂ ടേൺ എടുത്തിട്ട് വേണം പോവാം. ഒരു 3 കിലോമീറ്ററോളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതൊരു ഗ്രാമത്തിനകത്ത് സ്ഥിതി ചെയ്യുവാണ്. നല്ല രസമായിരിക്കും. ഞാൻ അതുമായിട്ട് കാണാത്തൊരു കാഴ്ചയാണ്. കാണാൻ കാഴ്ചകൾ തേടിയല്ലേ കുക്കു നമ്മുടെ യാത്ര. ആ ചേട്ടാ ഇന്നലെ പറഞ്ഞില്ലേ ഒരു കണക്ഷൻ്റെ എന്തൊരു വിഷയമുണ്ടെന്ന്. അപ്പോൾ അതെന്താ അറിയണല്ല. അപ്പോൾ ഞാൻ സന്ത്രസം വലിച്ചിക്കണേ. ചാവി ഓണാണ്. ഇത് നമ്മുടെ സെൽഫ് ഞെക്കിക്കൊണ്ട് ഞെക്കിണ്ട് അടിച്ചിട്ട്. ആ പുക കുറച്ചോളൂ. വെള്ള ചെറുതായിട്ട് അവിടെ കാണാനല്ല. നമ്മള് ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് വേണം പോവാ. ഏതായാലും നല്ലൊരു മനുഷ്യനായിരുന്നു. രാവിലെ എണീപ്പിച്ച് അയാളെന്താ പറഞ്ഞറിയാം. അതിന് കാരണം നമ്മളൊക്കെ ദൂരത്തുനിന്ന് വരികയല്ലേ, എവിടേക്കെങ്കിലും അത്യാവശ്യമായിട്ട് പോവാണ്ടാവില്ലേ, അതുകൊണ്ട് വിളിച്ചതാണ്. ബുദ്ധിമുട്ടായോ? അതിനെയാണ് എന്നോട് ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാര്യം. അതിന് രാവിലെ ഇത്ര നേരത്തെ നമ്മൾ പോക്കുണ്ട്. 7 മണിയാണത്. നമ്മൾ നീച്ച പ്രകാരം നമ്മൾ ഇത്ര നേരത്തെ പോയാൽ പോരാ. കാരണം നമ്മൾ അത്രയും നേരത്തെ എണീറ്റുണ്ട്. ഇനി ഹൈവേയിൽ കയറിയുണ്ട്. ഹൈവേ നമ്മൾ യൂ ടേൺ അടിക്കണം. യൂ ടേൺ അടിച്ചിട്ട് വേണം നമുക്ക് പോവാം. 1/2 കിലോമീറ്റർ അപ്പുറത്താണ് യൂ ടേൺ. ദാബയിലേക്ക് തിരിച്ചു പോയോണ്ടൊക്കെയാണ്. അധികമൊന്നും പോകുന്നില്ല. ആകെ 100 മീറ്റർ പോകുന്നതുള്ളൂ. ഡ്രസ് ഇന്നലെ അലക്കിയിട്ടിരിക്കണ അവിടെ എടുത്തിട്ടില്ല. അതിന്റെ ഇതേപോലെ ആയിട്ട് നമ്മൾ മറന്നത് കേട്ടോ. 60 കിലോമീറ്റർ നമ്മൾ ഓടി. പക്ഷേ ഇത് മറന്നു കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഈ റൂട്ട് തന്നെയാണ്. അപ്പം എടുക്കാം. ഇത് നമുക്ക് എടുത്തിട്ട് പോവാം. അത് നല്ല റിസ്ക് എടുക്കണ്ട. നമ്മൾ മറന്നതാണ്. ഇതാണ് നമ്മളുടെ ഡ്രസ്സ്. ഇവിടെ നിന്ന് തോരട്ടേക്കുമായിരുന്നു. അത് അങ്ങനെ തന്നെ എടുത്താൽ മതി. ഇവിടെ ഇടാം. കാരണം ശരിക്കും ഉണങ്ങിയില്ല. ശരിക്കും ഉണങ്ങാതെ ഇനിയും വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവും. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഉച്ചയ്ക്കല്ല നമുക്ക് ഇപ്പം തന്നെ ഭക്ഷണം ഉണ്ടാക്കണം, ചായ കുടിക്കണ്ടേ. അപ്പോൾ ആ നേരത്തെ തോരടാം. ഒട്ടക വണ്ടിയാണല്ലേ? ഒട്ടക വണ്ടിയാണ്. ആ ഒട്ടക വണ്ടിയാണല്ലേ ഇവിടെ. ഇവിടെ ഒട്ടക വണ്ടിയാണ് ലോഡും കൊണ്ട് പോകുന്നത്. അറിയില്ലേ? നമ്മൾ കണ്ടില്ലേ? ആ കാളവണ്ടി പോയി, കുതിര വണ്ടി മാറി, ഒട്ടക വണ്ടിയായി. ഏതായാലും നമ്മളിവിടുന്ന് റൈറ്റിലേക്ക് തിരികെ ചാൻപാടി എന്ന് പറയണ ഒരു കിണർ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇത്ര നേരത്തെ ഞാൻ ഓപ്പൺ ആണാവോ എന്താ അറിയില്ല. അത് പറയാൻ പറ്റില്ലല്ലേ? അത് പറയാൻ പറ്റില്ലേ. അതായത് നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് കറക്റ്റ് ഇരിക്കും അറിയില്ല. ഇവിടെ കണ്ടത് അവിടെ അല്ല. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വണ്ടി ഇവിടെ നിർത്താം. ഞങ്ങളിപ്പോൾ രാജസ്ഥാനിൽ വന്നപ്പോൾ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ അഭിനേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ഈ ഒരു കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ മതിൽക്കെട്ടിന് അപ്പുറത്ത് ഇതിനകത്താണ് ഉള്ളത്. അതുപോലെ തന്നെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ദേവീക്ഷേത്രമാണിത്. ഇത് പക്ഷേങ്കിൽ ഇത് തകർക്കപ്പെട്ടതാണ് എന്നാണ്. അതായത് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇത് ഓപ്പൺ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7:30 ഓപ്പൺ ആണ് ഈ സംഭവം. ഇവിടെ ടിക്കറ്റും കാര്യമൊക്കെ ഉണ്ട്. 7 തൊട്ട് എത്ര മണി വരെയാണ് എന്നറിയില്ല. ടിക്കറ്റും കാര്യമൊക്കെ ഉണ്ട് എന്തായാലും ഇവിടുന്ന്. അതായത് വീഡിയോ ക്യാമറയ്ക്ക് എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഇങ്ങനെ QR കോഡിൽ എടുക്കാം. QR കോഡിൽ എടുക്കുമ്പോൾ സുഖം എന്താ വെച്ചാൽ ഒരാൾക്ക് 20 രൂപയെ വരുന്നുള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഒരാൾക്ക് 25 രൂപ, 5 രൂപയുടെ മാറ്റം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തത്. ഇപ്പോൾ ഇതിനുള്ളിൽ കയറി സൈറ്റിൽ കയറി പെട്ടെന്നുണ്ട് ഈ പരിപാടി. എനിക്ക് ക്യാമറയുടെ പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കയറണമെങ്കിൽ നമുക്ക് ക്യാമറയുടെ ടിക്കറ്റും കൂടി ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതും കൂടി വാങ്ങാം. ഇതാണ് ഇതിൻ്റെ ലേഔട്ട്.
ക്യാമറയ്ക്ക് 25 തന്നെ ഉള്ളൂ കേട്ടോ, 50 രൂപയില്ല. ഇവിടെ ഇനി എവിടെയാണ് എൻട്രി അറിയില്ല. ഞങ്ങൾ ഇതുവഴി അങ്ങനെ നടക്കുവാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഗാർഡനൊന്നും ഇല്ലെങ്കിലും ചെറുമട്ടത്തിലേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതിനകത്ത് കൂടെ ഞാൻ തോന്നുന്നു എൻട്രി. അതെ, അങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിനകത്തേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ആഹാ, സംഭവം കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട് ഒരുപാട് ആളുകളോ. അവൻ്റെ മക്കളെ ഇത് നിസ്സാരമല്ല കേട്ടോ. ഒരുപാട് ഫില്ലറുകളൊക്കെ വെച്ചിട്ട് കണ്ടോ. പക്ഷേ എങ്കിൽ കിണർ എന്ന് പറയുന്ന ഇതാണ് മക്കളെ, ഇതൊരു രക്ഷയില്ല അല്ലേ. ഇത് ഒരുപാട് പടികളായിട്ട് കിടക്കുന്നത്, ഏകദേശം 100 അടി താഴ്ചയിലാണ് ഈ ഒരു കിണർ കിടക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിണറിൻ്റെ ഈ ഒരു സൈഡ് കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് അറകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അടിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കിണറ്റിലെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കാം. പടികൾ എന്ന് പറഞ്ഞാൽ എത്രയോ കണക്കിന് പടികൾ, 3500ഓളം പടികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതൊക്കെ പടികളാണേ. നാലാന ഭാഗത്ത് കൂടെ നല്ല ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഇത് 8-9 നൂറ്റാണ്ടുകളിൽ ഉണ്ടാക്കിയതാണ്. വേണമെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ പോകാൻ തോന്നുന്നു അല്ലേ. ഇപ്പോഴും വെള്ളമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇത് ഇന്ത്യയിലെ ഏറ്റവും ആയമേറിയ ഒരു കിണറാണ്, ഏറ്റവും വലിയൊരു കിണറാണ്. കിണറിൻ്റെ നാലാന ഭാഗം കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഡിസൈനിൽ കിടക്കുന്ന ഒരു സ്ഥലമാണല്ലേ. ആ പടികളൊക്കെ നോക്കാച്ച് എന്ത് രസം. നേരെ കുത്തനല്ല, സൈഡ് കാണാം. അതായത് ഇങ്ങനെ ഒരു സ്ലോപ്പിലാണ്. എന്നിട്ട് ഇങ്ങനെ പടികളായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അതുപോലെ തന്നെ അവിടെയൊക്കെ നിന്നിട്ടാവാം അന്ന് വെള്ളമൊക്കെ എടുത്തത് എന്നൊക്കെയാവും കരുത് നമ്മൾ അല്ലേ. പക്ഷേ നിസ്സാരമല്ല, ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള ഒരു കിണറാണ് ഇത്. ഇവിടുത്തെ നികുംബ രാജവംശത്തിലെ രാജചന്ത എന്ന പ്രാദേശിക ഭരണാധികാരിയുടെ പേരിലാണ് ഈ ഒരു കിണർ അറിയപ്പെടുന്നത് കേട്ടോ. ഇങ്ങനെ 1, 2, 3 അങ്ങനെ 13 നിലകളിലാണ്. 13 നിലകൾക്ക് താഴെയാണ് ഈ ഒരു കിണറിലെ വെള്ളം കിടക്കുന്നത്. എന്താ വെള്ളമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ നല്ല ക്ലിയർ വെള്ളം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചുറ്റുമുള്ള അന്തരീക്ഷം അടിപൊളിയാണ്. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഇനി നമുക്ക് കാണാനില്ല. ഈ ഒരു വലിയൊരു കിണർ മാത്രമാണ് ഇവിടെ കാണാനുള്ളത്. നാലാന ഭാഗത്ത് ഫില്ലറുകളാൽ കൂടിയ ഒരു 4 കെട്ടിനകത്താണ് ഈ ഒരു കിണർ സ്ഥിതി ചെയ്യുന്നത്. കുറേ സംഭവങ്ങൾ അതിനകത്ത് കൂടെ ഒക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ അന്ധകാലത്ത് നിർമ്മിച്ചതാണ്. 8-9 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതാണെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. അപ്പോൾ ആ കാണുന്നതിലൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ ഒരുപാട് അറകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏതായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു കിണർ തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നമുക്ക് നേരെ വണ്ടിയിൽ പോകാം, കുക്ക് ചെയ്യാം. ഇനി അടുത്ത് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കിനി വണ്ടിയിൽ പോയിട്ട് ഇവിടെ നിന്ന് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ ചെന്നിട്ട് കുക്ക് ചെയ്യാം. ഈ കാണുന്ന ക്ഷേത്രം ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഞങ്ങളൊന്ന് കയറി. അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നശിച്ച ഒരു ക്ഷേത്രം. ഏതായാലും അതിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വലിയൊരു ക്ഷേത്രമായിരുന്നു എന്നുള്ളത്. വലിയൊരു ക്ഷേത്ര സമുച്ചയമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ നമ്മളെ കയറി ചെല്ലുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ പടവുകൾ കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ അത് തകർന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കുറച്ചുകൂടി ക്ഷേത്രത്തിൻ്റെ മേൽഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവിടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ അവിടെയൊക്കെ ഒരുപാട് കല്ലുകൾ, കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കല്ലുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ തൊട്ടപ്പുറത്തേക്ക് വരുന്ന ഭാഗത്തൊക്കെ ഒരുപാട് കൊത്തുപണികൾ ചെയ്ത കല്ലുകളും പിന്നെ അതിൻ്റെ തൂണുകൾ, ഫില്ലറുകളൊക്കെ വീണ് കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ ഒരു ഒക്കെ സൈഡിൽ കൂടെ കൂട്ടി വെച്ചേക്കുവാണ്. ഏതായാലും അത്തരത്തിലായിരുന്നു ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ക്ഷേത്രവും കണ്ടു, ഈ കിണറും കണ്ടു. ഇനിയിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കിണർ കണ്ടില്ലെന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടു ഞങ്ങൾ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഹൈവേ ഭാഗത്തേക്ക് പിടിച്ചിട്ട് ഹൈവേൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കുക്ക് ചെയ്യാമെന്നാണ് കയറുന്നത്. ഇവിടെ നിന്ന് 11 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴിക്കൊന്നും ഗ്യാപ്പില്ല. ഞങ്ങൾ ഇപ്പോൾ പോകുന്ന വഴിയല്ല, അപ്പോൾ നമുക്കറിയാമല്ലോ വന്ന വഴിയായതുകൊണ്ട്. ഏതായാലും അപ്പോൾ അത്തരത്തിൽ ഇനി നമുക്ക് ഇവിടെ നേരെ ജയ്പൂരിലേക്ക് കൂടെ. ജയ്പൂരിൽ ഏകദേശം ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് 90-94 കിലോമീറ്ററോളം ദൂരം വന്നു. ഇപ്പോൾ കാണുന്ന അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം നമ്മളിവിടെ തൊട്ടടുത്തുള്ള ഈ ഒരു സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകണം. അതായത് വെൽക്കം ടു അതിനേരി വിമൻ
ക്രാഫ്റ്റ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഐറ്റം ഡ്രസ്സുകളാണ് നമുക്കുള്ളത് അല്ലേ? ലേഡീസിനൊക്കെ പറ്റി ഇവിടുത്തെ ടൈപ്പ് ഡ്രസ്സുകളാണ്. ഇവിടുത്തെ ഒരു മോഡലാണ്. അത് രാവിലെ കഴിഞ്ഞപ്പോൾ ഞാൻ കുക്ക് ചെയ്യണില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ അത് കഴിച്ചിട്ട് പോവാം അല്ലേ? ഇവിടെ വലിയ ആളും ബഹളമൊന്നുമില്ല. പക്ഷേ എങ്കിൽ റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് തുണിതരങ്ങളൊക്കെ തൂക്കിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇത് എന്താ വെച്ചാൽ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന്. ഞങ്ങൾക്കുള്ള വിഭവങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ചപ്പാത്തി പോലെയുള്ള 2 റൊട്ടി അല്ലേ? പിന്നെ ഇത് ഒരു കിഴങ്ങും തക്കാളിയും കൊണ്ടുള്ളൊരു സംഭവമാണ്. ഇത് എന്താ ആളു ടൊമാറ്റർ എന്ന് പറഞ്ഞ സംഭവമാണ് ഇത്. പിന്നെ ഇത് റൊട്ടി. അപ്പോൾ ഇത് ഞങ്ങൾ കഴിച്ച് നോക്കട്ടെ. ഈ പേര് ഞങ്ങൾ മറക്കൂല, ഞങ്ങൾ മറക്കരുത്. കാരണം നമ്മൾക്കിത് ഉപകാരപ്പെടും. ചക്കക്കൂട്ടാൻ പോലെയാണല്ലോ. അതിലും എന്താ വേറെ എന്തൊരു സാധനം ഇതിലുണ്ട്. രസമുണ്ടോ? ബില്ല് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ബില്ല് അത്യാവശ്യം തിരക്കില്ലാത്തതുണ്ട്. ആ കറിക്ക് തന്നെ വരുന്നുണ്ട് 150 റുപ്യ. അതായത് ഇതിന് 150 റുപ്യ വരും. പിന്നെ അതിക്ക് ഞങ്ങളിപ്പോൾ 4 ചപ്പാത്തി, 4 റൊട്ടി പോലത്തെ ഒരു ചപ്പാത്തിയാണത്. അത് അങ്ങനെ 4 8 കഴിച്ചതിൻ്റെ കണക്ക് നോക്കണ്ട ചെയ്തിട്ട് പിന്നെ അത് ഇട്ട് കളയാം. ഞങ്ങളിപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചില്ലേ? ഇവിടെ ഉള്ള ഒരാളാണ്, ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇയാൾ കേരളത്തിൽ 2 വർഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇസ്ലാം കാ ബൈ. അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു അല്ലേ? മലയാളം കുറച്ച് കൊഞ്ചും ചേട്ടാ ചേച്ചി മാണ്ട അക്ക തമ്പി. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ നാട്ടിലൊക്കെ വന്നിരിക്കുന്ന കണ്ണൂർക്കൊക്കെ രാജസ്ഥാൻ മാർബിളും കൊണ്ട്. അപ്പോൾ രാജ്കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടി അതെ. ഓക്കെ ഭയ്യ, all the best. एक सेल्फी. ओके. ഒരു സെൽഫി നമ്മൾ ആദ്യമായിട്ടാണ് തെറ്റിക്കുന്നത്. ചെങ്ങന്മാരെ, ജയ്പൂരിലേക്ക് 42 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നമ്മൾ പോരാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. ഇപ്പം 11 മണി ആവാനായി. കുക്കിങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല. കുക്കിങ്ങിന് സ്ഥലം കിട്ടിയിട്ടില്ല. കാരണം ഇല്ല, വളരെ ഒഴിഞ്ഞു പോലെ കിടക്കുകയാണല്ലോ. തണലില്ല. നമുക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലമല്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തണലുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം ചൂടുണ്ട്. അപ്പോൾ തണലുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇടയിൽ ഒരൊറ്റ നിർത്താൻ നിന്നത്, അല്ലാതെ നിന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ഥലം നോക്കി അങ്ങനെ പോയായിരുന്നു. പക്ഷെ സ്ഥലം കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഹൈവേയുടെ കുറച്ചിങ്ങോട്ട് മാറിയിട്ട് നമുക്ക് നല്ലൊരു ഒങ്ങിൻ്റെ ചോട്ടിൽ ഡ്രസ്സ് ഉണക്കാണ്ടല്ലേ? അവമിട്ടാണ്ട് മറക്കരുത് കേട്ടോ ദയവേത്. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ ഒക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി അടുപ്പൊക്കെ എടുക്കണം. അടുപ്പൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾക്കിന്ന് ചോറ്, ചോറ്റിക്കുള്ളൊരു കറി, അത് തന്നെ ഉള്ളൂ. അത്ര ഉണ്ടാക്കുന്നുള്ളൂ. അതിനുള്ളൂ ഉണ്ടാക്കാനുള്ള സാധനമുള്ളൂ നമ്മളത്. അത് മതി. ചോറും ഒരു കറി, അതിന് അടിപൊളിയാവും. അതെ, കുക്കിങ് നടക്കൂല, ഗ്യാസ് കഴിഞ്ഞാണ്. നമ്മൾ ഈ യാത്ര ആരംഭിക്കുന്ന ടൈമിൽ ആരംഭിച്ചിട്ടൊരു ഒരാഴ്ച കൊണ്ടൊക്കെ ഗ്യാസ് കഴിഞ്ഞു അല്ലേ? ഗ്യാസ് കഴിഞ്ഞു, നമ്മൾ നിറച്ചതാണ്. രണ്ടാമത് നിറച്ച നമ്മൾ ഈ യാത്ര തന്നെ നിറച്ചതാണ്. പക്ഷേങ്കിൽ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് കഴിയുക പറഞ്ഞാൽ എന്താ ഇപ്പോൾ അടുപ്പ് കത്താത്തത്? ഫസ്റ്റ് ഒന്നൊരു കത്തി, പിന്നെ അത് കെട്ടു. അതില്ല, ഗ്യാസ് ഇല്ല. അതൊന്ന് പൊന്തിച്ചൊക്കെ വെയിറ്റും ഇല്ല. സാധനം ഫുള്ള് ഔട്ടാണ്. ഇപ്പം എന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച്, സോയാബി വെള്ളത്തിലിട്ട്, അരി വെള്ളത്തിലിട്ട്, എന്താ ഇപ്പം കാട്ടുക? ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞിട്ടില്ലേ? ഇത് കഴിയുന്നാണെങ്കിൽ നേരത്തെ അറിഞ്ഞിക്കണെങ്കിൽ ഇതിപ്പോൾ ഇത്രയും സാധനങ്ങൾ കളയേണ്ട അവസ്ഥയായി. അതല്ലേ നമ്മളിതൊക്കെ ആയിട്ട് ചായ അടുപ്പത്ത് കയ്യാണെങ്കിൽ ഓക്കെ ചായ അത് ചായ എപ്പോഴും കിട്ടും. അതെ, ഇതിപ്പോൾ ആകെ പിടുത്തം വിട്ടല്ലോ.
ഗ്യാസ് എവിടെ നിന്ന് കിട്ടും നോക്ക്. ആ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ ഉണ്ടോക്കട്ടെ ഞാൻ പോയണ്ടേ. കണ്ടത് അവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ ഇല്ല കേട്ടോ, ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ്. ഇവിടെ ഇല്ല, സാധനമല്ല. ഇവിടെ നിന്നൊരു ഇങ്ങോട്ടൊരു 6 കിലോമീറ്റർ, അതായത് ജയ്പൂർ ഭാഗത്തേക്ക് ഒരു 6 കിലോമീറ്റർ പോയാൽ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന റിട്ടേൺ പോകണമെങ്കിൽ 14 കിലോമീറ്റർ പോയാൽ അവിടെയാണ്. ബുക്കുവിനോടൊരു അഭിപ്രായം ചോദിക്കട്ടെ. കംപ്ലീറ്റ് സാധനം കയറ്റി വിടുന്നു. ഇനി നമുക്ക് നടക്കണം. എന്താ നമ്മളെല്ലാ സാധനം എടുത്തില്ലടാ മോനെ, ഒക്കെ നോക്കിയില്ലേ. ഇനി ഒരു 6 കിലോമീറ്റർ വിട്ട് നോക്കുക. 6 കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മൾ വന്നു. അതൊരു ഗോഡൗണാണ്. അവിടെ സാധനമല്ല, 5 കിലോൻ്റെ ഇല്ല. അപ്പോൾ ഇനി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല. കുറച്ചുകൂടി പോയോക്കാം. കിട്ടിയിട്ടില്ലെങ്കിൽ പണിയാണ്. കിട്ടിയത് പണിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വിഷയം നമുക്ക് നാളെ മൊത്തത്തിൽ ഈ പോണ ട്രെയിൻ എന്ത് ട്രെയിനാ? അപ്പോൾ ഞങ്ങൾ ഗ്യാസ് തിരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഗ്യാസിനോട് വെയിറ്റിംഗ് ആണ്. ഇത് കുറേ നേരം ഇതിലൂടെ പോകണം. ഇന്ത്യൻ റെയിൽവേന്നൊക്കെ പറഞ്ഞിട്ട് അൾട്ടിമേറ്റ് സപ്ലൈ MFI എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കത് തുറക്കണം, എന്നാലേ പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് തുറക്കണില്ല. ഏത് അതന്നെ ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ശരിക്കും മേലെ കൂടെ പോയിട്ട് അങ്ങോട്ട് ഇറങ്ങേണ്ടി വരും അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായി. അപ്പോൾ ഈ പാലത്തും കൂടെ പോയിട്ട് അപ്പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ അത് ആ ഓപ്ഷൻ ഇല്ലെങ്കിലോ ഇവിടെ തന്നെ ഇരിക്കാം. ചിലപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ ഓപ്പൺ ആവും. വണ്ടിക്ക് റെസ്റ്റ് ആവും. അടുത്ത പോണ് ഇത് വേറൊരു ഐറ്റം. ഇതൊക്കെ എന്താ സംഭവം? എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇല്ലടാ, ഇതിങ്ങനെ ഒരു 2-3 പോകുന്നുണ്ട്. അടുത്തതൊരു ട്രെയിൻ വരുന്നത്, ഒറിജിനൽ സാധനം. ഒറിജിനൽ എന്താ അതിൻ്റെ സ്പീഡില്ലേ? ഇത് വേറൊരു സാധനം. ഇതൊക്കെ എന്താണ്? ഓ മൈ ഗോഡ്. ഞങ്ങൾ അവിടെ നിന്ന് പാലം കയറാൻ വേണ്ടി പോയി. കാരണം എന്താ വെച്ചാൽ സമയത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ഞങ്ങൾ. കാരണം നമുക്ക് ഇപ്പത്തന്നെ 1 മണി ആവാനായി. 10 മിനിറ്റ് കൂടി 1 മണിക്ക് ശരിക്കും ഈ നേരം വരെ നമ്മൾക്ക് കുക്ക് ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് യാത്ര വീണ്ടും മുന്നോട്ട് പോകാനുള്ള സമയമായി. സംഭവം സാധനേ കുറച്ച് പണിയൊക്കെ കിട്ടാം. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു 4 കുറ്റിയും കൊണ്ട് ഇരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ഒരു ഓഫീസായിട്ടൊന്നും അവർ അല്ലാതെ ഇരിക്കുന്നില്ല. പിന്നെ ഓഫീസൊക്കെ ഒരുപാട് ദൂരെയാണെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ എടുക്കുമെന്നാണ് ചോദിക്കുന്നത്. അവിടെ പോയി എടുക്കേണ്ടി വരും. നമുക്കെല്ലാ സാധനം കിട്ടണ്ടേ അല്ലേ? ഏതായാലും കിട്ടും നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സമയം എത്ര അങ്ങനെ വേറെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ പണിയാവും. ഇതിപ്പോൾ നേരത്തെ നിന്നോടുന്നൊരു 2 കിലോമീറ്ററോളം പോന്നിട്ടാണ്. അവിടെ ഇഞ്ഞൊരു ട്രെയിൻ പോട്ടെന്ന് കയറിയിരിക്കുവാണെങ്കിൽ ഇപ്പോഴൊന്നും കിട്ടൂല. അല്ലെങ്കിൽ എന്താട്ടേ ഗ്യാസും തപ്പി ഞങ്ങൾ പോകുന്ന വഴിയാണ്. ഞങ്ങൾ ഒരു ചെറിയൊരു വഴിയാണ്, ഒരു മാർക്കറ്റ് പ്ലേസ് ആണത്. ഇവിടെയൊക്കെയാണ് പോലെ പോകേണ്ടത്. ഏതായാലും ഗ്യാസ് ഇട്ട് നിർബന്ധമായതുകൊണ്ട് നമുക്ക് പോക്ക് നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് വണ്ടിയൊന്നും കയറില്ല. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ വണ്ടികൾ കുറേ ഉണ്ട്. ഇവിടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞ സാധനം. ചോദിച്ചു നോക്കുക. അങ്ങനെ താടിയിൽ ഒടിഞ്ഞ ഒരു കുറ്റി നമ്മൾ കിട്ടിയിരിക്കുന്നു. കുഴപ്പമില്ല, അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടോ. അപ്പം തന്നെ അങ്ങനെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് കൈ സാധനം. അപ്പോൾ എൻ്റെ മക്കളെ ഞങ്ങൾ കൊയങ്ങിക്കണ പേരും കൊയങ്ങിലും വാങ്ങിക്കണം. സാധനം കൊണ്ടുപോവുക. ഇതൊന്ന് കുടുക്കി നോക്കണം. കുടുക്കി നോക്കിയിട്ട് കണക്റ്റ് ആവണ്ടോ നോക്കിയിട്ട് കൊണ്ടുപോവാം. അതിൻ്റെ കൊല്ലി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് റിട്ടേൺ കൊണ്ടുപോയി. കാരണം എന്താ വെച്ചാൽ അതിക്ക് റെഗുലേറ്റർ കണക്റ്റ് ആവണില്ല. ഞങ്ങൾ നോക്കി. അപ്പോൾ എന്താ വെച്ചാൽ അല്ലിൽ വെച്ചാൽ ഇഷ്ടമില്ല. അതിൻ്റെ കൊല്ലി റെഡി അല്ലേ? ചൊറുക്കുള്ള തരണ്ടേ? നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ആക്കണം. ഇത് കണ്ടോ? ഇല്ലേ നോക്കാണില്ലേ? ഇന്നായിട്ട് അതേ പ്രശ്നമാണ്. പിന്നെയാണ് ചീത്ത അറിയും. ഇനി മാറ്റിച്ച അല്ല നമുക്ക് എന്താ ഇതാകണ്ടെങ്കിൽ മൂപ്പര് റെഗുലേറ്റർ അല്ലെങ്കിൽ അത് അന്ന് ഇത് കിട്ടിയപ്പോൾ തന്നെ ഷോർട്ട് ഇതിന് ചെറിയത് ഇത് നോക്കാം. ഇല്ല, അത് ഇറങ്ങുന്നില്ല. ചെറുത് കണക്റ്റ് ആവില്ലേ? നമ്മൾ ഇതേപോലെ കണക്റ്റ് ആക്കാതെ ഒന്നാൾ കൊണ്ടുപോയി അന്നത്തോടെ മതിയേക്കണം. 12 കിലോമീറ്റർ അങ്ങോട്ട് വിട്ടും 24 കിലോമീറ്റർ ദിവസം പോയി.
ഇതിട്ടാല് വർക്കാവുണ്ട്. ഇതിപ്പോൾ പുതിയത് 30 ഒരു ബോക്സ് പീസാണ്. ഇത് കണക്റ്റ് ആവുന്നുണ്ട്. ഞങ്ങൾ നോക്കി ഇതിട്ടാല് ഉണ്ടോ? ഓക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. പക്ഷേ നമ്മളത് കണക്റ്റ് ആവണില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇതും കൂടി വാങ്ങേണ്ട അവസ്ഥയായി ഇപ്പോൾ. ഇത് കണക്റ്റ് ആവണമില്ല. ഇതിപ്പോൾ രണ്ട് കുറ്റിയുമ്പോൾ നോക്കിയില്ലേ. പിന്നെ മൂപ്പര് വേറെ ഒന്നും ഉണ്ടെന്നു അതും കണക്റ്റ് ആവണില്ല. അപ്പോൾ നിലവാരത്തിൽ ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ? ഇത് അടുപ്പിൻ്റെ ഒപ്പം കിട്ടിയതാണ്. ലോക്കലാണ് ഈ സാധനം അല്ലേ? അതെ. എന്താ വില മൊത്തത്തിൽ ഇപ്പോൾ 985 ഉറുപ്പ്യായി. 985. 2 റെഗുലേറ്റർ അങ്ങോട്ട് വെച്ചതാ. ഗ്യാസിന് വലിയ വില ഒന്നും ഇല്ലേന്ന് തോന്നുന്നുണ്ടെങ്കിൽ 500 ചില്ല ഉറുപ്പ്യ റെഗുലേറ്ററിനാണ്. വല്ലാത്ത മതി. ഓരോരോ സാധനങ്ങൾ കംപ്ലൈന്റ്. ഈ യാത്രയിൽ വെറും സാധനങ്ങൾ നശിക്കലാണല്ലോ അല്ലേ? പേരുമ്പോക്ക്. ഇനിയിപ്പോൾ കുക്ക് ചെയ്യണം. 1:45. കുക്ക് ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ. അരിയൊക്കെ ആകെ പൊയിഞ്ഞ പോലെ ആയിരിക്കും പോതിർന്നിട്ട്. നമ്മൾ വന്നിരുന്ന വഴി, നമ്മൾ പോവേണ്ട വഴി ഇവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. നമ്മളുടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മളുടെ കുക്കിംഗ് ആരംഭിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. സോയാബീൻ ഉള്ളി തക്കാളി കട്ട് ചെയ്യാണ്ടല്ലേ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. മറ്റെന്താ വെച്ചാലേ ഇനി ഒരുപാട് സമയം എടുക്കും. ചോറായി, ചോറ് ഊറ്റണം. അപ്പോൾ ഇതിന് കറി ഉണ്ടാക്കല്ലേ. കറി സോയാബിയാണ്, വേറെ ഒന്നുമില്ല. സോയാബി പിന്നെ ഇത് ചെറിയ സോയയാണ്. ചെറിയ സോയ ആയതുകൊണ്ട് നമുക്ക് അരിയേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ സംഭവം. ഇനിയിപ്പോൾ ചട്ടി ചൂടായി ആയിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തക്കാളിയും ഉള്ളി ഇട്ട് ഒരുമിച്ചിട്ടാ. ടൈമില്ലല്ലോ. ചൂടായി ഉണ്ടാവും കേട്ടോ. അത് ചെറിയ ലെവലിൽ ചൂടായിട്ടുള്ളൂ. ആയിക്കോട്ടെ, മതി. ഭക്ഷണം കഴിക്കുകയാണ്. സമയം എന്ന് പറയുന്നത് 3:20. എന്താ ഓട്ടം തന്നെ, ഗ്യാസിൻ്റെ പിന്നെ ഓട്ടം അതൊക്കെ കിട്ടി ആയപ്പത്തിന് സമയം എത്രയായി? രാവിലെ കഴിച്ചത് കഴിഞ്ഞു കഥ കഴിഞ്ഞു. സോയാബീൻ ചോറും ഉണ്ട്. ഇതുണ്ടാക്കിയതല്ലേ ഇന്ന് സോയാബീൻ കുക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യും. എന്തോ ഒരു വേഗമുണ്ട്. എന്താണ് നോക്കാം. വെറുതെ പറഞ്ഞടാ. അപ്പോൾ കഴിച്ച ഞങ്ങൾ കഴിക്കട്ടോ. പിന്നെ നമ്മൾ ഹൈവേയിൽ കയറാൻ വേണ്ടി പോവാണ്. ഭക്ഷണം കഴിക്കലും കാര്യമൊക്കെ കഴിഞ്ഞില്ലേ? ഇത് നേരെ ജയ്പൂരിലേക്ക് നമ്മൾ കയറൂല കേട്ടോ. കയറാത്തെന്ന് വെച്ചാൽ നമുക്കവിടെ വണ്ടി നിർത്തി ഉറങ്ങാൻ വേണ്ടിയുള്ള സ്പേസ് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല തിരക്കോ വൈകുന്നേരം സമയം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു 10-20 കിലോമീറ്റർ പുറത്ത് ഞങ്ങൾ നിർത്തിയിട്ട് അവിടെ സ്റ്റേ അടിച്ചു. അവിടെ ഇടയിലേക്ക് കാണുന്ന ധാബയിലോ പമ്പിലോ സ്റ്റേ അടിച്ചു. എന്നിട്ട് നാളെ രാവിലെ നമ്മൾ ജയ്പൂരിലേക്ക് കയറും. ചങ്ങന്മാരെ ഇപ്പോൾ ഉള്ള ജയ്പൂരിലാണ് ഒരു വലിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങൾ റൂം എടുക്കാൻ വേണ്ടി പോവുകയാണ്. റൂമിലെത്തിരി വിശദമായിട്ട് പറയാം. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഉണ്ടോ, ഇവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ മൊബൈൽ പോയി. മൊബൈൽ പോവാന്ന് പറഞ്ഞാൽ മൊബൈൽ കുറച്ചാണ്ട് കജ്ജിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോയി. ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കണമെങ്കിൽ ആദ്യം റൂമിലേക്ക് എത്തണം. എന്നിട്ട് ഈ വീഡിയോ തന്നെ ചെയ്യാൻ പറ്റിയെന്നും പോലും നമുക്കറിയില്ല. കാരണം മൊബൈലില്ലാതെ എന്ത് ചെയ്യാണ്ട് നോക്കട്ടെ. നമ്മളെ സഹായിക്കണം എന്ന് കരുതി കൂടെ പോരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വണ്ടി പോലും കംപ്ലൈൻ്റ് ആയി. പ്രശ്നേ. ഈ കാണുന്ന ബ്ലോക്ക് ഉണ്ട് നിങ്ങൾ, എല്ലാം കൊണ്ടും ഒരു കഷ്ടകാലം കേട്ടോ ഞങ്ങൾക്കിപ്പോൾ. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവിടെ മഴയാണ്. മഴ പെയ്തിട്ട് നല്ല മഴയായിരുന്നു. മഴ പെയ്തിട്ട് ഇവിടെ റോട്ടിൽ വെള്ളം പൊന്തിയേക്കുവാണ്. ഇനിയിപ്പോൾ ഒരു പരിപാടി നടക്കാത്ത അവസ്ഥയ്ക്കായിരിക്കും. അപ്പോൾ നമ്മളുടെ ഫോണിൻ്റെ വിഷയം ഞങ്ങൾ
ഈ നമ്മൾ ആഗ്ര റൂട്ടിൽ നിന്ന് ജയ്പൂരിലേക്ക് ടൗണിലേക്ക് കയറാണല്ലോ. അപ്പോൾ ഒരു പമ്പ്, ആ ഒരു പമ്പിൻ്റെ അടുത്ത് ഒരു ധാബ പോലെ പാർക്കിങ്ങിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ കുക്കുവിനോട് പറഞ്ഞു ഈ ഇവിടെ ഇരിക്ക്, ഞാൻ ആ പമ്പിൽ പാർക്കിംഗ് ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു പമ്പുണ്ട്, 2 പമ്പുണ്ട് അവിടെ അല്ലേ, ഓപ്പോസിറ്റ്. അപ്പോൾ ഞാൻ എന്താ അറിയോ, ഈ എന്താ നിൽക്കണ മാത്രം പമ്പ് നോക്കിയാൽ ആദ്യം. അപ്പോൾ അത് കുറച്ച് ചെറിയ പമ്പാണ്, അപ്പോൾ അത് നടക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തട്ടി ഓപ്പോസിറ്റ് പമ്പ് അത്യാവശ്യം തിരക്കിടില്ല, വലിയൊരു പമ്പാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി ചോദിച്ചാൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ തട്ടി വില മുറിയാൻ വേണ്ടിയിരിക്കുക. അതേ സമയമാണ് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് മൊബൈലിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ഇടത്തെ കയ്യിലായിരുന്നു മൊബൈൽ. അങ്ങനെ ഞാൻ ഹൈവേൻ്റെ പക്കത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ലോറിയും ഒരു ബസ്സും വരുന്നുണ്ട്. അത്യാവശ്യം ഹൈവേ അല്ല, അത്യാവശ്യം നല്ല സ്പീഡിൽ വരും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഹൈവേന്ന് ഒന്നും ഇങ്ങോട്ട് കയറി വന്നിട്ട് ഞാൻ ഫോണിൽ അപ്ലോഡിങ് എത്ര ആയി എന്നൊക്കെ നോക്കി ഞാൻ നിൽക്കുവാണ്. അതിൽ എൻ്റെ മുന്നിലേക്ക് ഒരു ബൈക്കുമ്മേ 2 ആൾ വന്നു. 2 ആളുകൾ വന്നിട്ട് അവരിനോട് എന്തോ ഒരു അഡ്രസ്സ് പോലെ എന്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നെയിം ആരെന്ന് പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്താ നിങ്ങൾ എവിടുത്തുകാരനെന്ന് ഇക്കാര്യം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കേരളമാണ് പറഞ്ഞു. അങ്ങനെ വർത്തമാനം പറഞ്ഞ് അത് കഴിഞ്ഞ് ഓക്കെ എന്ന് പറഞ്ഞ് ഒരു പോകുന്ന പോക്കിൽ പോലെ എൻ്റെ കയ്യിൽ നിന്ന് ഫോണും എടുത്തിട്ട് ഫോണും വലിച്ചൊരു ഒറ്റ പോകാം. വലിച്ചു പോകുമ്പോൾ എൻ്റെ ഈ 2 വിരലുണ്ടല്ലോ, ഈ തള്ളവിരലും ചൂണ്ടവിരലും, ലാസ്റ്റിൻ്റെ അതായത് ഫോൺ എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഈ അപ്ലോഡിങ് നോക്കിയിരിക്കുകയല്ലേ, ഇത് കയറിയിട്ട് വേണം തമ്പനെയിലൊക്കെ എഡിറ്റ് ചെയ്യുക എന്നുള്ള ലെവലിലേക്ക് ഞാൻ. അപ്പോൾ അതിങ്ങനെ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ തട്ടി ഫോൺ ഈ കയ്യിൽ തന്നെ, അടുത്ത കയ്യിൽ തന്നെയാണ്. ബാക്കിൽ ഇരിക്കുന്ന ആൾ ഫോൺ വലിച്ചു, എൻ്റെ ഈ ചൂണ്ടാൻ വിരലുമ്പിലും തള്ളവിരലുമ്പിലും ഫോണിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു പിടുത്തം കിട്ടി. പക്ഷെ അയാൾ ഒന്നും കൂടി ദമ്മിൽ അങ്ങോട്ട് വലിച്ച് ഫോൺ പോയി. ഒരു പെരും സ്പീഡിൽ, അതായത് ഭയങ്കരമായ സ്പീഡിൽ അവർ കടന്നു കളഞ്ഞു. അങ്ങനെ ഞാൻ ഏറെ കാലം യൂസ് ചെയ്തതും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതുമായിട്ടുള്ള ഓപ്പോ റെനോ 7 5G ആണ് എൻ്റെ ഫോൺ. ആ ഒരു ഫോണ് എനിക്ക് നഷ്ടമായി ആ ഒരു നിമിഷം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇനിയൊരു മൊബൈൽ കിട്ടി, എന്ന് കിട്ടുക അറിയില്ല, മൊബൈൽ വാങ്ങി അതിലേക്ക് സിമ്മിട്ട് നമ്മളുടെ ഇമെയിൽ ID കാര്യങ്ങളൊക്കെ സെറ്റാക്കി അതിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വരിക. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടാളും റൂമിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു AC റൂം, ഇത് വലിയ റേറ്റൊന്നുമില്ല, അവിടെ 10-800 റുപ്യക്ക് കിട്ടിയ റൂമാണ്. ഹനുമാൻ എന്ന് പറയുന്നൊരു ഓട്ടോ ഡ്രൈവറായിട്ട് ഞങ്ങൾ പോരുന്ന വഴിയിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹമാണ് ഈ റൂം ഞങ്ങൾക്ക് എടുത്തു തന്നത്. അദ്ദേഹം ഉണ്ടായതുകൊണ്ട് ഒരു വശത്ത് നമ്മുടെ ഒരു വിലപ്പെട്ട സാധനം ഇതേ നാട്ടുകാരെ കൊണ്ടുപോയി, അതേ സമയത്ത് വേറെ 2 ടീം വേറെ 2 പേര് നമ്മളെ രക്ഷപ്പെടുത്തി, നമ്മളെ നല്ലൊരു ഭാഗത്തേക്ക് സേഫായിട്ട് എത്തിച്ചു. അപ്പോൾ ഒക്കെ ഒരു നാട്ടിൽ തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നല്ലതുണ്ട് ചീത്തയുണ്ട് എല്ലാം. 2 ഘട്ടം. ഒന്നിലേറെ ഞങ്ങൾക്ക് വലിയൊരു പരിചയം ഇല്ലല്ലോ, ഈ ഒരു ഏരിയക്കും തീരെ പരിചയമില്ല. ഞങ്ങൾ മഹാരാഷ്ട്ര വരെ വന്നിക്കണമെന്നല്ലാതെ. ഏതായാലും ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു, ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഇത് ആരെ ഹെൽപ്പ് ചെയ്യും വേണ്ട, ആര് വന്ന് എന്ത് ചോദിച്ചാലും പരമാവധി നമ്മുടെ പരമാവധി അകലം പാലിക്കുക. അപ്പോൾ കോള് ചവിട്ടിലേക്ക് പോകാൻ വെച്ചാണ് പോകും. അതായത് ഞങ്ങൾക്ക് ഭാഷ അറിയാത്ത കേസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പാതൊന്നും ഉണ്ടാവില്ല. എന്നാലും മാക്സിമം ശ്രദ്ധിക്കുക എല്ലാവരും. ഞങ്ങൾ ഇനി അങ്ങോട്ട് പരമാവധി നല്ല രീതിയിൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുള്ളൂ. എന്നാൽ പിന്നെ എന്തായാലും ഞങ്ങൾ 10 മണി സമയമായി, ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയാണ്. കിടന്നാൽ തന്നെ ഉറക്കൊന്നും വരില്ലെന്ന്. ഇപ്പോൾ നാളെ മൊബൈൽ കിട്ടിയിട്ടൊക്കെ വേണം. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.